നമസ്കാരം. JB ജംഗ്ഷനിലേക്ക് വീണ്ടും സ്വാഗതം. നർത്തകി, അഭിനേത്രി, പ്രേക്ഷകരുടെ ഹൃദയങ്ങളെ അടക്കി വാഴുന്ന ആശാ ശരത്തുമായിട്ടുള്ള സംഭാഷണം ഈ എപ്പിസോഡിലും തുടരുന്നു. ആശാ ശരത്താകുന്നത് ഒരുപക്ഷെ ഒരു സീരിയൽ കൊണ്ടാണ്. കുങ്കുമപ്പൂ. അതെ. പ്രൊഫസർ ജയന്തി. നിഴലും നിലാവുമാണ് ഒരുപക്ഷെ കുങ്കുമപ്പൂവിലേക്കുള്ള വഴി വെട്ടിയത്, അല്ലേ? അതെ. ആ വഴി എങ്ങനെയായിരുന്നു? ഇപ്പം വിവാഹശേഷം ഞാൻ മക്കളെല്ലാമായി ദുബായിൽ താമസിക്കുന്ന സമയത്ത് ദുബായിൽ വെച്ച് ഡ്രീം സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സീരിയൽ ഷൂട്ട് ചെയ്തു. അപ്പോൾ എൻ്റെ കുറച്ച് സുഹൃത്തുക്കളായിരുന്നു അതിൻ്റെ പുറകിൽ. അപ്പോൾ അവർ എന്നോട് ചോദിച്ചു, ഇതിനകത്ത് ഒരു മെയിൻ കഥാപാത്രമുണ്ട്, ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ആക്ച്വലി ഞാൻ മറന്നു. എൻ്റെ മനസ്സിൽ അഭിനയം എന്ന് പറയുന്ന ഒരു സങ്കല്പമോ സ്വപ്നമോ ഒന്നും ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞു, എനിക്കൊരു താല്പര്യമില്ല, എനിക്കിനി അഭിനയിക്കാൻ പറ്റുമോ എന്ന് പോലും എനിക്കറിയില്ല, ഇല്ല ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയല്ല, ആശയ്ക്ക് ചെയ്യാൻ പറ്റും, എന്തായാലും ചെയ്യണം എന്ന് പറഞ്ഞു. ഞാനത് അവരുടെ നിർബന്ധപ്രകാരം ആ ഒരു പ്രോജക്റ്റ് ചെയ്യേണ്ടി വന്നു. അശോക് ആർനാഥ് ആയിരുന്നു എൻ്റെ സംവിധായകൻ. അനിൽ മുഖത്തല്ല സ്ക്രിപ്റ്റ്. പക്ഷെ ആ സീരിയൽ ഒരു ഹിറ്റിലേക്ക് എത്തിയില്ല. പക്ഷെ നല്ലൊരു ക്രൂ ആയിരുന്നു. ദേവേട്ടനായിരുന്നു അതിനകത്ത് ഹീറോ. നല്ലൊരു കഥയായിരുന്നു, ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കഥ, ദുബായിൽ നടക്കുന്ന ഒരു കഥ. അങ്ങനെ സീരിയലിലേക്ക് വരുവാണ്. അങ്ങനെ സീരിയലിലേക്ക് വന്നു. അതിനുശേഷം കൈരളി ചാനലിനും വലിയൊരു പങ്കുണ്ട് അതിൽ. കൈരളിയുടെ ഗന്ധർവ സംഗീതം എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം അവിടെ ദുബായിൽ വെച്ച് നടന്നു. അന്ന് ഞാനായിരുന്നു ഡാൻസ് കൊറിയോഗ്രാഫി. TK രാജീവ് കുമാർ സാർ ഷോ ഡയറക്റ്റ് ചെയ്യുന്നു, പുരുഷോത്തമൻ സാർ അസിസ്റ്റ് ചെയ്യുന്നു ഷോ, സീരിയൽ ഡയറക്ടർ പുരുഷോത്തമൻ സാർ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആങ്കർ ചെയ്യുന്ന കുട്ടിക്ക് പെട്ടെന്ന് മലയാളം ഫ്ലുവൻ്റായി സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അപ്പം ഞാൻ ബാക്ക് സ്റ്റേജിൽ പഠിപ്പിച്ച് റെഡിയാക്കി, ഞാൻ ഈ പിള്ളേരെങ്ങനെ കളിക്കുന്നുള്ള ടെൻഷനിലാണ്. അപ്പം എന്നോട് വന്ന് ചോദിച്ചു, ഒന്ന് ഷോ ഒന്ന് ആങ്കർ ചെയ്യോ? അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു പിടിയില്ല, ഈ കണ്ടസ്റ്റൻസിനെ ഒന്നും അറിയില്ല, ഞാൻ ഈ ഷോ അധികം സ്ഥിരമായി വാച്ച് ചെയ്യുന്ന ആളല്ല, ഞാൻ എങ്ങനെ പറയും? അപ്പം അതെല്ലാം ആശയ്ക്ക് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും എന്ന് പറഞ്ഞ് അവിടെ ഇരുന്നിരുന്ന് ഞാൻ അന്ന് ഉടുക്കാൻ വന്നൊരു സാരി എടുത്ത് ഞാൻ അന്ന് ആങ്കർ ചെയ്യാൻ കയറി. ആശ, ഒരു പക്ഷേ അതിലേക്ക് വേണമെങ്കിൽ നമുക്ക് പോകാൻ പറ്റുന്ന വിഷ്വൽസ് നമുക്കുണ്ട്. മികച്ച ജനകീയ ഗായക പ്രതിഭയായി കഴിഞ്ഞ വർഷം ഗന്ധർവ സംഗീത പ്രേക്ഷകർ തിരഞ്ഞെടുത്ത സാധിക KRന് ദാസേട്ടൻ ഗന്ധർവ കിരീടം സമ്മാനിക്കുന്നു. അത് കഴിഞ്ഞു. ഗന്ധർവ സംഗീതത്തിൽ കഴിഞ്ഞ സമയത്ത് പുരുഷോത്തമൻ സാർ എന്നോട് ചോദിച്ചു, അദ്ദേഹത്തിൻ്റെ സീരിയൽസ് ഞാൻ കണ്ടിട്ടുണ്ട്. ആ സമയത്ത് വളരെ ഇഷ്ടമുള്ളൊരു സംവിധായകനാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് സംസാരിച്ചപ്പോൾ എനിക്ക് അദ്ദേഹത്തിന് അറിയാം എൻ്റെ ഒരു പ്രൊജക്റ്റ് വരുന്നു, താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രൊജക്റ്റിലാണ് പിന്നീട് അഭിനയിക്കുന്നത്. അപ്പോൾ കുറച്ച് ദിവസം ഞാൻ പറഞ്ഞു, എനിക്ക് ലിമിറ്റഡ് ടൈമേ ഉള്ളൂ, എനിക്ക് വന്നു പോകാൻ പറ്റില്ല, അപ്പം എല്ലാം കുറച്ചേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സീരിയൽ ചെയ്തിരുന്നു, പൊന്നും പൂവും. പക്ഷേ ആ സീരിയൽ കുറച്ച് ചെയ്യാൻ പറ്റുള്ളൂ, അത് തുടർന്ന് പോയില്ല. അതിനുശേഷമാണ് നിഴലും നിലാവ് എന്ന് പറയുന്ന ജീവിതം മാറ്റിമറിച്ച ഒരു ടെലിവിഷൻ മൂവി ചെയ്യാൻ പറ്റിയത്. റെജി സൈൻ ആയിരുന്നു സംവിധായകൻ. നിഴലിൽ നിന്ന് നിലാവിലേക്ക് വരികയായിരുന്നു. നിലാവിൽ നിന്ന് വലിയൊരു സൂര്യപ്രകാശത്തേക്കാണ് അനുപമ. വളരെ നല്ലൊരു, മനസ്സിന് ഇപ്പോഴും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം അനുപമ. അതിലൂടെയാണ് കുങ്കുമപ്പൂവിലേക്ക് വന്നത്. അതെ, സംസ്ഥാന അവാർഡ് ലഭിച്ചിരുന്നു. അതിലൂടെയാണ് പൈലറ്റിന് മുമ്പ് തന്നെ എന്തൊക്കെയോ അതിൽ തുടരുമെന്നുള്ള കുറേ ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു, അല്ലേ? അത് കാര്യം നിഴലും നിലാവിൽ അതേ പ്രൊഡക്ഷൻ കൺട്രോളർ ഉണ്ണിയായിരുന്നു കുങ്കുമപ്പൂല്. ആ ത്രൂ ആണ് ജയകുമാർ സർ എന്നെ വിളിച്ചത്. അപ്പം അച്ഛന് പെട്ടെന്ന് ഒരു പ്രോബ്ലം വന്നു, അച്ഛനൊരു അറ്റാക്കിൻ്റെ ഒരു പ്രോബ്ലം വന്നു, അച്ഛൻ ഹോസ്പിറ്റലൈസായി. അച്ഛൻ്റെ എല്ലാമെല്ലാമാണ് ഞാൻ. അച്ഛനൊരു ധൈര്യം എന്ന് പറയുന്നത് ഞാനാണ്. അപ്പോൾ അച്ഛൻ ഹോസ്പിറ്റലൈസ് ആയിരുന്നപ്പം സർജറി വേണ്ടി വരുമെന്ന് പറഞ്ഞു. അച്ഛന് ലങ്സിന് പ്രോബ്ലം ഉണ്ട്, കുറച്ച് മെഡിക്കൽ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ എനിക്കിത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു പൈലറ്റിന് മുന്നേ. അപ്പോൾ ഞാൻ അവരോട് വിളിച്ചിട്ട് പറഞ്ഞു, ഐ ഡോണ്ട് തിങ്ക് സോ, എനിക്ക് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾ വേറെ ആരെങ്കിലും വെച്ച് ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു അതെല്ലാം മനസ്സിൽ ഇങ്ങനെ ആലോചിച്ച് വെച്ചു. അപ്പോൾ അത് മാറ്റാൻ പറ്റില്ല, ഞങ്ങൾ അതുവരെ വെയിറ്റ് ചെയ്യാം, വിൽ വെയിറ്റ് ഫോർ യു എന്ന് പറഞ്ഞ് അവർ അതുവരെ ചെയ്ത് എൻ്റെ കുറച്ച് പൈലറ്റ് മാത്രം കാത്തിരുന്നു. അപ്പോൾ അച്ഛന് തീരെ വയ്യാണ്ടേ ആവുന്നൊരവസ്ഥ വന്നു. അച്ഛൻ്റെ സർജറി 5 ദിവസം കഴിഞ്ഞിട്ട് ആയി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവരെ കോൾ വരുമ്പോൾ അച്ഛൻ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു. അപ്പോൾ അവർ കുറേ പേരെ, രേവതിയെ നോക്കി, രോഹിണി, കുറേ ആൾക്കാരെ നോക്കി ആ സമയത്ത്. അപ്പം അച്ഛൻ എന്നോട് പറഞ്ഞു, അവിടെ നിൽക്കുന്ന അത്രയും ക്രൂവിൻ്റെ പ്രാർത്ഥന മതി അച്ഛൻ്റെ ജീവൻ കിട്ടാൻ, പോയി ചെയ്തിട്ട് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഞാൻ പ്രോജക്റ്റ് പോകുമെന്നുള്ളൊരു ആശങ്കയുണ്ടായിരുന്നു? ഇല്ല, അങ്ങനെ എനിക്ക് ആ സമയത്ത് അച്ഛൻ മാത്രമേ ആലോചിച്ചിട്ടുള്ളൂ. ഞാൻ പിന്നെ ആശയെ കാണുന്ന സമയത്തൊക്കെ ആശ വളരെ കാമാൻ ക്വയറ്റാണ്. പക്ഷേ എനിക്ക് തോന്നുന്നൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ? പറയൂ. ആശയ്ക്ക് ഒരുപാട് അംബീഷൻസ് ഉണ്ട്. ഇതുകൊണ്ടൊന്നും തൃപ്തിയല്ല.
ഇനിയും ഒരുപാട് മൈലുകൾ താണ്ടണമെന്നുള്ള ആഗ്രഹമുണ്ട്. കമലദളം ആശയെ ഇങ്ങനെ വേട്ടയാടുന്നുണ്ട്, ഉപബോധ മനസ്സിൽ കിടക്കുന്നുണ്ട്. നഷ്ടപ്പെട്ടു പോയ ഒരു 1.5 പതിറ്റാണ്ട് അല്ലെങ്കിൽ ഒരു വ്യാഴവട്ടക്കാലത്തിലേറെ അതിനെ വീണ്ടും റീകൂപ്പ് ചെയ്യാൻ വേണ്ടി ഒരുപാട് കുതിപ്പുകൾ നടത്തണമെന്ന് ചിന്തിക്കുന്ന ഒരാൾ. കോറിയോഗ്രാഫി ഇഷ്ട പ്രൊഫഷനാണ്. തലയ്ക്കുള്ളിലും ചില കോറിയോഗ്രാഫികൾ നടക്കുന്നുണ്ട്. യെസ്, ഇതാണ് എന്നെക്കുറിച്ചിട്ടുള്ള എൻ്റെ മനസ്സിലുള്ള ഇംപ്രഷൻ. അതിലേക്ക് നമുക്ക് ഞാൻ ഒരു എന്താ പറയുക അണുപോലും കള്ളം ചേർക്കാതെ ഞാൻ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറയും. ഞാൻ പറയാം. പറ. ഏതാണ് പറയേണ്ടത്? ആദ്യത്തെ ഉത്തരം, രണ്ടാമത്തെ ഉത്തരം? ഇപ്പം ഞാൻ പറഞ്ഞതാണ് ഉത്തരം. ഇപ്പം ഇത് പറഞ്ഞാൽ ഈ പറഞ്ഞതിൽ ഒരു തരിമ്പ് പോലും ശരിയില്ല. കാരണം ഞാൻ എടുക്കട്ടെ. താങ്ക് യു. കാരണം എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ളതെല്ലാം ആകസ്മികമാണ്. എവ്രിതിങ്. ഞാൻ ഒന്നും പ്ലാൻ ചെയ്ത് ഒന്നും പ്ലാൻഡ് അല്ല. ഈവൻ റേഡിയോ ഏഷ്യയിലെ ജോലി പോലും എനിക്ക് ഒരിക്കലും ഒരു മൈക്കിൻ്റെ മുമ്പിലിരുന്ന് നമസ്കാരം എന്ന് പറയുവാനുള്ളൊരു ധൈര്യമോ അല്ലെങ്കിൽ അതൊരു ജോലി, ആ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഞാനതൊരു ജോലിയാണെന്ന് അറിയാതെയാണ് പോകുന്നത്. ഞാൻ ഫസ്റ്റ് റേഡിയോ ഏഷ്യയിൽ ഒരു വേക്കൻസി ഉണ്ട്. ഞാൻ വിചാരിക്കുന്ന ആഡിന് എന്തെങ്കിലും പറയാനോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞപ്പോൾ ആ സമയത്ത് എനിക്കൊരു എൻഗേജ്മെൻറ്റ് ആവശ്യമായിരുന്നു. സോ അത് മുതൽ ഇതുവരെ എവറിത്തിങ് വന്ന് ഭവിച്ചതാണ് എൻ്റെ ജീവിതത്തിൽ. ആശ ഒരു പൊട്ടിപ്പെണ്ണാണ്? ഒരിക്കലും അല്ല. ഐ എം എ വെരി വെരി ബ്രില്യൻറ്റ് വുമൺ എന്നാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും ഐ ആം. ഞാൻ അത്ര ഉദ്ദേശിച്ചുള്ളൂ. ഐ ആം. ഞാൻ അത്ര ഉദ്ദേശിച്ചുള്ളൂ. പക്ഷേ ഈ പറയുന്ന പോലെ ജീവിതത്തിൽ കഴിഞ്ഞത് ഒരു നഷ്ടമാണ് അല്ലെങ്കിൽ ഇനി വരുന്നതാണ്, അങ്ങനെയില്ല. കാര്യം അന്ന് ചെയ്യാതെ പോയത് ഇനി പ്ലാൻ ചെയ്ത് മുമ്പോട്ട് പോകാം. ഐ മീൻ നമ്മുടെ ഒരു കൊണോട്ടേഷൻസിൽ സംബഡി ബീയിങ് അംബീഷ്യസ് എന്ന് പറയുന്നത് പണ്ടൊക്കെ ഒരു നെഗറ്റീവ് ട്രേറ്റ് ആണ്. സംബഡി ഹാവിങ് അംബീഷൻസ് ഈസ് എ പോസിറ്റീവ് ട്രേറ്റ്. ഇപ്പം ബീയിങ് അംബീഷ്യസ് ഓൾസോ ഈസ് എ പോസിറ്റീവ് ട്രേറ്റ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. ഞാനിത്രേ പറഞ്ഞത് ആശയ്ക്ക് ഒരുപാട് അംബീഷൻസ് ഉണ്ട്. നീ നോട്ട് നെസർലി ബി അംബീഷ്യസ്. അംബീഷൻസ് ഉണ്ട്. അത് ആശയുടെ മുഖത്ത് സ്ഫുരിക്കുന്നുണ്ട്, പ്രതിഫലിക്കുന്നുണ്ട്. ആശ ബുദ്ധിയുള്ള ഒരു സ്ത്രീയാണെന്ന് ആശ പറയുകയും ചെയ്തു. നല്ല ബുദ്ധിയുള്ളത്. ബുദ്ധിയുള്ള സ്ത്രീയുടെ ലക്ഷണം അത് തന്നെയാണ്. അതെ. പിന്നെ എന്തുകൊണ്ട് ഞാൻ അങ്ങനെ ഒന്നും പ്ലാൻ അല്ല, അങ്ങനെ പ്ലാൻഡ് ആയിട്ട് അങ്ങനെ വേണം ഇങ്ങനെ വേണം അങ്ങനെയില്ല. ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ള പ്ലാൻ, ഈ പാസേജ് ഉള്ള പ്ലാൻ എൻ്റെ 5ാമത്തെ സ്കൂളാണ്. ഇറ്റ് വിൽ സ്റ്റാർട്ട് നെക്സ്റ്റ് ജൂലൈ. മാഡം അതൊരു പ്ലാനിങ് അല്ലേ മാഡം? ഇറ്റ് ഈസ് ആണല്ലോ. അതെ. പക്ഷെ അതൊരു ഓഫ് കോഴ്സ് എൻ്റെ അടുത്ത പ്ലാൻ അതാണ്. അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. സിനിമയിൽ അടുത്ത പ്ലാൻ എന്താണ്? അങ്ങനെയില്ല. സിനിമയിൽ നമുക്കൊന്നും പ്ലാൻ ചെയ്യാൻ കഴിയില്ല. സിനിമ വന്ന് ഭവിക്കുന്നതാണ്. പക്ഷേ മിനി സ്ക്രീനിലുള്ള സ്വാധീനം വലിയ സ്ക്രീനിലേക്ക് എനിക്ക് വ്യാപിപ്പിക്കണം, അല്ലെങ്കിൽ വലിയ സ്ക്രീനിൽ കൂടി അതിന് സമാനമായിട്ടുള്ള ഒരു സാന്നിധ്യം എനിക്ക് ഉണ്ടാകണം എന്ന് ഈ ബുദ്ധി ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന ആശാ ശരത്തിന് തോന്നാറില്ല? ഇപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പം പ്രൊഫസർ ജയന്തി എന്ന് പറയുന്ന ഒരാൾ, നമ്മൾ വിചാരിച്ചിട്ടല്ല അവരിങ്ങനൊരു പൊസിഷനിലെത്തിയത്, അല്ലെങ്കിൽ അവരെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് അല്ലേ. ഇഷ്ടമെന്ന് പറയുന്നത് ഓരോ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. എന്നെ സ്നേഹിക്കണോ മറ്റൊരാളെ സ്നേഹിക്കണോ എന്നുള്ളത്. സോ ജനങ്ങൾ എന്നെ സ്നേഹിച്ചോ അല്ലെങ്കിൽ സ്നേഹിക്കുന്നു എന്ന് അറിയുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഞാൻ ബിഗ് സ്ക്രീനിൽ പോയി അഭിനയിച്ചു, അതിൽ ഞാൻ വിൻ ചെയ്യും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യുന്ന പ്ലാൻ ചെയ്താൽ അതിലർത്ഥമില്ല. ഞാൻ അത് പിന്നെ അതിൽ 50% അംഗീകരിക്കുക. എന്താ കാരണം വെച്ചാൽ കല, ഇങ്ങനെയുള്ള എൻ്റർടൈൻമെൻറ്റ് സെക്ടർ, മീഡിയ സെക്ടർ, ഇതിലൊന്നും ഒരാളുടെ കരവിരുത് കൊണ്ട് മാത്രം വിജയിക്കില്ല. ഒരുപാട് ഫാക്ടേഴ്സ് യോജിച്ചു വരണം. പക്ഷേ എങ്കിൽ പോലും നമ്മുടെ നിന്നുള്ള ഫാക്ടറെ സജ്ജമാക്കി നിർത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഞാൻ ഈ പറഞ്ഞ ഓപ്പർച്യൂണിറ്റി ആൻഡ് പ്രിപ്പയർഡ്നെസ് രണ്ടും കൂടി ഒരുമിച്ച് വന്നാൽ മാത്രമേ സക്സസ് ഉള്ളൂ. അപ്പം ആശ പ്രിപ്പയർഡാണ്. ഞാൻ ചെയ്യുന്ന ജോലി, ഇപ്പം നൃത്തമായാലും സിനിമയായാലും അല്ലെങ്കിൽ സീരിയൽ എന്താണെങ്കിലും, ഞാൻ ചെയ്യുന്ന ജോലി പൂർണ്ണമായും ആത്മാർത്ഥതയോടെ ചെയ്യണം എന്നാഗ്രഹിക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ. ആശയാണ് ഞാൻ കണ്ടത്. അതായത് ആശയ്ക്ക് കൃത്യമായൊരു ധാരണയുണ്ട്. അതല്ലാതെ ചില നടികളെ പോലെയോ അല്ലെങ്കിൽ ചിലരെ ആൾക്കാരെ പോലെയോ ഒരു പായ്ക്കപ്പൽ പോലെ കാറ്റടിക്കുമ്പോൾ അങ്ങോട്ടടിച്ചാൽ അങ്ങോട്ട് പോകാം, ഇങ്ങോട്ടടിച്ചാൽ ഇങ്ങോട്ട് പോകാം, റഡർലെസ് ആയിട്ട് ലക്ഷ്യമില്ലാതെ അലയുന്ന ഒരു സ്വഭാവക്കാരിയല്ല ആശ. അല്ല, ഒരിക്കലും അല്ല. ഞാനതല്ലേ പറഞ്ഞ? അതെ അതെ അതെ. അല്ല, നേരത്തെ പറഞ്ഞത് അങ്ങനെയല്ല. ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല ആദ്യം പറഞ്ഞത്. അതായത് പണ്ട് സംഭവിക്കാത്തത് ഇനിയും നേടണമെന്ന് ആലോചിച്ച് കുതിച്ചു പായുന്നു. ആശയുടെ ഉപബോധ മനസ്സിൽ കമലദളം, കാബൂളിവാല കിടക്കുന്നുണ്ട് എന്ന് ഞാൻ പറയുന്നത് ഒരുപക്ഷെ ആശയ്ക്ക് ആശയുടെ ഉപബോധ മനസ്സിൽ കിടക്കുന്നത് കാണാൻ കഴിയുന്നില്ല.
ഒരു സൈക്കാട്രിസ്റ്റിന് അല്ലെങ്കിൽ എന്നെപ്പോലുള്ള ഒരാളുടെ സഹായം വേണ്ടി വരും ഇത് കാണാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ആശയുടെ മനസ്സിൽ കൂടി ഇങ്ങനെ ഞാൻ എക്സ്റേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിൽ അല്ലെങ്കിൽ ഉപബോധ മനസ്സിൽ ഞാൻ ആശ കാണാതെ ഉപബോധ മനസ്സിൽ കാണുന്നതൊക്കെ എപ്പോഴും ഒരു ഹിപ്നോട്ടിസിൽ കൂടിയേ പുറത്തേക്ക് വരുള്ളൂ. ആശയ്ക്ക് കാണാൻ കഴിയുന്നില്ല. ശരത്ത് കണ്ടല്ലോ ആശയുടെ മനസ്സിൽ കിടക്കുന്ന സംഭവങ്ങൾ. അത് ശരി. ഇനി ഒന്നും കൂടി ചലഞ്ച് ചെയ്യുകയാണെങ്കിൽ ഞാനിപ്പോൾ ശരത്തിനെ കൊണ്ട് ഇപ്പോഴും സംസാരിപ്പിക്കും. ഞാൻ എന്താ അത് ശരത്ത് പറഞ്ഞത് ഇത്ര വെൽ സ്കീം പ്ലാൻഡ് ആയിട്ട് പോകുന്ന ഒരു പങ്കാളി, അതിനെല്ലാവിധ സപ്പോർട്ടും ഞാൻ കൊടുക്കും. തീർച്ചയായിട്ടും. അത് ഞാൻ പ്ലാൻ ചെയ്ത് എൻ്റെ ഒരു ജീവിതത്തിൽ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും പ്ലാൻഡ് ആണ്. ഇനി എന്ത് സംഭവിക്കണം എന്നുള്ളതല്ല. ഇപ്പോൾ ഒരു പ്രൊജക്റ്റ് ഞാൻ സിനിമ ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു സീരിയൽ ചെയ്യുന്നു എന്ന് വിചാരിക്കുക, എൻ്റെ ഒരു 3 മാസം വരെയുള്ള കാര്യങ്ങൾ പ്ലാൻഡ് ആണ് എൻ്റെ. കാര്യം എനിക്ക് ഇമ്മീഡിയറ്റ്ലി നാളത്തേക്ക് ഒരു സിനിമ വന്നു അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് വന്നു എനിക്ക് ചെയ്യാൻ കഴിയില്ല. കാര്യം എനിക്ക് ആശയ്ക്ക് ഇപ്പോൾ ഇന്നത്തെ പ്രശസ്തി, ഇന്നത്തെ പണമാണോ പ്രധാനം, അല്ലെങ്കിൽ നാളെ ആശാ ശരത്ത് എന്തായിരിക്കണം എന്നുള്ളതാണ് പ്രധാനം? ഇന്നും നാളെ എന്നുള്ളതല്ല, ഞാൻ എന്തായിരിക്കണം എന്നുള്ളതാണ് എനിക്ക് പ്രധാനം. എക്സാക്ട്ലി. അപ്പം അതിൽ ഞാൻ എന്തായിരിക്കണതിനെ കുറിച്ചൊരു ബോധമുണ്ടല്ലോ ആശയ്ക്ക്. ഉണ്ട്. ആശ വളർന്നത് ആശ അറിയാതെ പോയോ? സംശയമുണ്ട്. ഒരുപക്ഷെ ആശയുടെ അച്ഛൻ ഇൻവേർട്ടർ കോമ പറയട്ടെ. അച്ഛനും ഇപ്പോൾ ആശ ഒരു നല്ല നർത്തകിയാണ്, പ്രശസ്തി നേടിയ ഒരു നർത്തകിയാണ്. നല്ല സിനിമകളിലും ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് സൂപ്പർ താരങ്ങളുടെ കൂടെയൊക്കെ അഭിനയിച്ചു. അപ്പം അതിനിടയിൽ എനിക്കൊരു സംശയം, ഈ സൂപ്പർ താരങ്ങളുടെ കൂടെയൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ എന്നെപ്പോലെയുള്ള സാധാരണ നടന്മാരുടെ അത്രത്തോളം പ്രശസ്തനൊന്നും അല്ലെങ്കിലും ഞങ്ങളുടെ കൂടെയൊക്കെ ഈ സീരിയലിൽ അഭിനയിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും മാനസികമായ പ്രയാസങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? പിള്ളച്ചേട്ടൻ വന്യവയോധികനായ എല്ലാവർക്കും ഇഷ്ടമുള്ള പിള്ളച്ചേട്ടൻ എന്താ പറയുന്നത് കേട്ടോ. ഇനിയിപ്പം വല്ല സൂപ്പർ താരങ്ങളിലൊക്കെ കൂടെ അഭിനയിച്ചു തുടങ്ങി ആശ, ഇനിയിപ്പം ഞങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ കൂടെയൊക്കെ ഈ മിനി സ്ക്രീനിൽ അഭിനയിക്കുന്നു എന്നുള്ളതൊരു വിഷമമായി മാറുന്നുണ്ടോ? അയ്യോ, അച്ഛൻ എന്നാണ് ഞാൻ വിളിക്കുക പിള്ള സാറിന്. അച്ഛനും മകളും തന്നെയാണ്. ഞങ്ങൾ തമ്മിൽ എന്താ പറയുക, വളരെ വളരെ ആത്മബന്ധമാണ് അച്ഛനും ഞാനും തമ്മിൽ. അച്ഛൻ്റെ എപ്പോഴും പറയും നീ എനിക്ക് എൻ്റെ മകളാണ്. അങ്ങനെ അച്ഛൻ ഇൻ്റർവ്യൂസിലും അങ്ങനെയാണ്, ഒരു വലിയൊരു അറ്റാച്ച്മെൻറ്റാണ് അച്ഛനോട്. അച്ഛൻ്റെ വിഷമങ്ങളും സന്തോഷമൊക്കെ ഞങ്ങൾ പങ്കുവയ്ക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് നിൽക്കാനുള്ള യോഗ്യത പോലും. ആശാ ശരത്ത് ഇപ്പോൾ വലിയ സ്ക്രീനിലേക്ക് മാറ്റി ചവിട്ടി. ചെറിയ സ്ക്രീൻ ആശയ്ക്ക് ഒരു ബാധ്യതയായി വരുന്നുണ്ടോ എന്നുള്ളതാണ് പിള്ളച്ചേട്ടൻ ചോദിച്ചത്. ഒരിക്കലുമില്ല. ഇല്ല. അങ്ങനെയാണെങ്കിൽ കുങ്കുമപ്പൂ അന്നും ഇന്നും എങ്ങനെയാണ് അതുപോലെ തന്നെയാണ്. കുങ്കുമപ്പൂ അല്ലാതെ വേറൊരു സീരിയൽ ആശ ഇനി കോൺട്രാക്ട് ചെയ്യും? സംശയമാണ്. അല്ല, അതിന് കാരണം ആശ ഞാൻ പറഞ്ഞ ചോദ്യം കാരണം പറയാം. കാരണം സീരിയൽ എന്ന് പറയുന്നത് കുങ്കുമപ്പൂ ഞാൻ കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പം നേരത്തെ തന്നെയുണ്ട്, ഞാൻ ഭാര്യയാണ്, അമ്മയാണ്, അധ്യാപികയാണ്, കൈരളി കലാകേന്ദ്രത്തിൻ്റെ മാനേജിങ് ഡയറക്ടറാണ്. അങ്ങനെ കുറേ ജോലികൾ എൻ്റെ ഭാഗത്തുണ്ട്. അതിൻ്റെ കൂടെ നർത്തകിയാണ്, അഭിനേത്രിയാണ്. ഇതിനെല്ലാം ശരത്തേട്ടൻ പറഞ്ഞ പോലെ ടൈം മാനേജ്മെൻറ്റ് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. സോ എന്നെ സംബന്ധിച്ചിടത്തോളം കുങ്കുമപ്പൂ എന്ന് പറയുന്ന പ്രൊജക്റ്റ് തുടങ്ങുമ്പോൾ അതൊരു മഹാസൗഭാഗ്യമാണ്. ഇങ്ങനെ ഒരു ഹിറ്റ് സീരിയൽ, ചരിത്രമാണ് ഹിറ്റ് സീരിയൽ വരിക. അതിനകത്ത് ഇങ്ങനൊരു കഥാപാത്രമാവുന്നത് അയ്യപ്പസ്വാമി തന്നൊരു ഭാഗ്യമായിട്ട് ഞാൻ എപ്പോഴും വിചാരിക്കുന്നു. പക്ഷേ അതിലുള്ള ഒരു പോസിറ്റിവിറ്റി ഉണ്ട്. അതിനകത്തുള്ളൊരു ചെറിയ മൈനസ് പോയിന്റ് എന്ന് പറയുന്നത് എല്ലാ മാസവും നമുക്ക് കൃത്യമായി ഡേറ്റ് ഇതിനു വേണ്ടി മാറ്റിവെക്കേണ്ടിയിരിക്കുന്നു. ഇത് കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പ്ലാൻ ഉണ്ട്. മാക്സിമം ഒരു 6 months അല്ലെങ്കിൽ ഒരു 1 year, അങ്ങനെയാണല്ലോ സാധാരണ സീരിയലുകൾ. അങ്ങനെയാണ് നമ്മുടെ മനസ്സിൽ കാണുന്നത്. അന്ന് എൻ്റെ മകൾ 8ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. മൂത്ത മകൾ 8ൽ പഠിക്കുമ്പോഴാണ് ഞാൻ കുങ്കുമപ്പൂ സൈൻ ചെയ്യുന്നത്. മോള് കല്യാണം കഴിഞ്ഞാലും ഉണ്ടാവുമോ? അത് എന്നോട് അവൾ ചോദിക്കും. 8ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ 10th എക്സാം എന്ന് 3 വർഷം കഴിഞ്ഞു 10th എക്സാം എഴുതുന്നു. ഇപ്പോഴും ഞാൻ കൃത്യമായി, പക്ഷെ എനിക്ക് എൻ്റെ ക്രൂ നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. പ്രൊഫസർ റിട്ടയർ ചെയ്തിട്ടില്ല? ഇല്ല, പ്രൊഫസർ അങ്ങനെ റിട്ടയർ ചെയ്യില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പങ്കുവിൻ്റെ എക്സാം സമയത്തൊക്കെ എനിക്ക് ഞങ്ങളുടെ അപ്പോൾ ആശ പറഞ്ഞു വന്നത് ആശ മിനി സ്ക്രീനിൽ അഭിനയിക്കാൻ പോകുന്ന അവസാനത്തെ സീരിയലായിരിക്കും കുങ്കുമം. അങ്ങനെ പറയാൻ കഴിയില്ല. അറ്റ് പ്രസന്റ് ഇപ്പം ഇമ്മീഡിയറ്റ്ലി എന്തായാലും അതിനുദ്ദേശിക്കുന്നില്ല. സാരി ഉടുത്ത് വലഞ്ഞു ആശ. 1.5 ദിവസം കൂടുമ്പോൾ ഒരു സാരി ശരാശരി ഒരു റെക്കോർഡാണോ? സാരി ഒരു പരിധിവരെ സാരി മേടിച്ചും ഉടുത്തും ഞാൻ വലഞ്ഞു. പക്ഷെ ഇപ്പൊ ഒരു ഗുണം, ആദ്യം ഞാൻ 1.5 ദിവസം കൂടുമ്പോൾ
ആശാ ശരത്ത് ഒരു സാരി മേടിക്കും. എപ്പോ ജീവിതത്തിലല്ല, കുങ്കുമപ്പൂവിൽ. ആശയാണോ ജയന്തിയാണോ? ഞാൻ ഇടുന്നത് ജയന്തിയാണെങ്കിലും ശരീരത്തിൽ കിടക്കുന്നത് ആശയുടെ മുകളിലല്ലേ? അത് കഥാപാത്രമല്ലേ ഉടുക്കുന്നത്, ഞാനല്ലല്ലോ. റെക്കോർഡാണോ? ജയന്തി സാരി ഉടുത്തില്ലേ? നമ്മുടെ കോളേജ് പ്രൊഫസേഴ്സ് സാരി ഉടുത്തല്ലേ? ഇന്ന് കേരളത്തില് അല്ലെങ്കിൽ ഇന്ത്യയില് ഈ സാരി ഉടുക്കലിന്റെ എക്സ്പേർട്ട് ആശയാണ്. ആണോ? സാരി വാങ്ങുന്നതിന്റെ എക്സ്പേർട്ടും ആശയാണ്. ആണോ? ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് സാരി മേടിക്കാൻ തിരിച്ചു പോയിട്ടുണ്ടോ? സാരി മേടിക്കാറുണ്ട് എപ്പോഴും. സാരി നല്ല ഷോപ്സ് കാണുമ്പോൾ അല്ലെങ്കിൽ നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പം എനിക്കിഷ്ടപ്പെട്ടാൽ വാങ്ങിക്കാം. എത്ര പേര് ആശയുടെ സാരി ഉടുക്കലിനെ കുറിച്ചും സാരിയെ കുറിച്ചും അഭിപ്രായം പറഞ്ഞു? ഒരുപാട് പേര് സാരിയെ കുറിച്ചിട്ടും ഒക്കെ പറയാറുണ്ട്. സ്ത്രീകളാണ് കൂടുതൽ പറയാ. പുരുഷന്മാരും പറയാറുണ്ട്. ആരാധകരായ പുരുഷന്മാരുണ്ട്. ഉണ്ട്. പ്രൊഫസർ ജയന്തിക്ക് ശരത്തിനൊരു കുശുമുണ്ടാകാറുണ്ടോ? ഇല്ല, ശരത്തേട്ടൻ ഇസ് നോട്ട് ദാറ്റ് കൈൻഡ് ഓഫ് എ പേഴ്സൺ. അങ്ങനത്തെ കുശുമ്പില്ല. ആശയെ വിളിച്ചിട്ട് ആശ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞൊരു പുരുഷൻ പറയുമ്പോൾ ശരത്ത് എന്താ വിചാരിക്കും? ഇല്ല, അതൊരു അപ്രീസിയേഷൻ ആയിട്ടേ വിചാരിക്കാറുള്ളൂ. ഓ, ഇങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടിയത്. കുങ്കുമപ്പൂവിലെ ജയന്തിയുടെ ശബ്ദം ഒരുപക്ഷെ ഏറ്റവും സൗഭാഗ്യമാണ്, തീഷ്ണതയാണ്, തീവ്രതയാണ്. യെസ്, എനിക്ക് ആശയോട് ചോദിക്കാനുള്ളൊരു ചോദ്യം, അതിന് ഒരു വിമർശനമാണ് എങ്കിലും അത് കുറച്ച് സ്പോർട്ടീവായിട്ട് എടുത്താൽ നന്നായിരുന്നു എന്നെനിക്ക് തോന്നുന്നു. ആശയ്ക്ക് ഡാൻസിനോട് നല്ല പാഷനുണ്ട്, നല്ലൊരു ഭക്തിയുണ്ട് എന്ന് എനിക്ക് നന്നായിട്ടറിയാം. അഭിനയത്തോട് ആ ഭക്തി ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് സ്വന്തമായി അഭിനയിക്കുന്ന കഥാപാത്രങ്ങൾക്ക് സ്വന്തമായി ശബ്ദം കൊടുക്കുന്നില്ല? കാരണം ഞാൻ എപ്പോഴും എല്ലാ അഭിനയിക്കുന്നവരോടും പറയാറുണ്ട്, ഭാഷ അറിയാമെങ്കിൽ ശബ്ദം അവനവൻ തന്നെ കൊടുക്കുമ്പോഴാണ് അഭിനയം പൂർണ്ണതയിലെത്തുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ തന്നെ ഒരുപാട് പ്രാവശ്യം ആശയെ ഡബ്ബിംഗ് തിയേറ്ററിൽ വിളിച്ചിട്ടുണ്ട്, ഒന്ന് വന്ന് ഡബ്ബിംഗ് ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ അതിൽ നമുക്ക് സംഭവിക്കുന്ന അപാകതകൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അടുത്ത പ്രാവശ്യം അഭിനയിക്കുമ്പോൾ അത് നമുക്ക് തിരുത്താൻ സാധിക്കുന്നു. പക്ഷേ ആശ ഒരിക്കലും ഡബ്ബിംഗ് തിയേറ്ററിൽ വരാറില്ല. എന്തുകൊണ്ടാണത്? ജസ്റ്റ് സീരിയലല്ലേ, ഇങ്ങനെയൊക്കെ മതി, ഇങ്ങനെയൊക്കെ പോയാൽ മതി എന്നതുകൊണ്ടാണോ? അതിലൊരു ഉപദേശമുണ്ട്, അതിലൊരു പരിഭവമുണ്ട്, ഒരു വിമർശനമുണ്ട്. ഭാഗ്യലക്ഷ്മി പക്ഷേ ഇപ്പം ചെയ്തിരിക്കുന്നൊരു മണ്ടത്തരം സംശയമുണ്ട്. സ്വന്തം കഞ്ഞിക്കലത്തിൽ കല്ലുവാരിട്ട പരിപാടിയാണ്. കാരണം വെച്ചാൽ എല്ലാ നടികളും അവർ തന്നെ ഡബ് ചെയ്യുന്ന നല്ലതെന്നൊക്കെ പറഞ്ഞ് ഭാഗ്യലക്ഷ്മിയുടെ പണി തന്നെ അവസാനിപ്പിക്കാനുള്ള പരിപാടിയാണ്. പക്ഷേ ഈ മൂന്ന് കാര്യങ്ങൾ, ഒരു ഉപദേശമുണ്ട്, പ്രൊഫസർ ജയന്തിയോടല്ല ആശയോട് ഒരു അനുഭാവമുണ്ട്, പരാതിയുണ്ട്, വിമർശനമുണ്ട്. എങ്ങനെ കാണുന്നു? ഇതിൽ ആദ്യം പ്രൊഫസർ ജയന്തിക്ക് ഭാഗ്യചേച്ചിയുടെ ശബ്ദം കിട്ടിയത് ഒരു വലിയ ഭാഗ്യം കേട്ടോ. അതിൻ്റെ ഒരു ഡെപ്ത് എന്ന് പറയുന്നത് ഭാഗ്യചേച്ചിയുടെ ശബ്ദം കൂടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഭാഗ്യചേച്ചി പറഞ്ഞ പോലെ സീരിയൽ ആണ് അതുകൊണ്ട് ചെയ്യുന്നില്ല, സിനിമയാണ് ചെയ്യുന്നത്, അങ്ങനെയല്ല. സിനിമകൾ ഞാൻ ഡബ് ചെയ്യുന്നുണ്ട്. സീരിയൽ ചെയ്യാത്തതിൻ്റെ കാര്യം, സിനിമകൾ ഞാൻ ചെയ്ത സിനിമകൾ ഫ്രൈഡേ ഒഴികെ കർമ്മയോധയും ബഡി എന്ന് പറയുന്ന ചിത്രവും ഞാൻ ഡബ് ചെയ്തിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഞാൻ ടൈം മാനേജ്മെന്റിലേക്ക് വരുന്നു. ഓക്കെ, 8 ദിവസം നോ ഐ വിൽ എക്സ്പ്ലെയിൻ യു. 8 ദിവസം ഞാൻ അവിടെ നിന്ന് രാവിലെ വെളുപ്പിന് ഫസ്റ്റ് ഡേ ഷൂട്ടിൻ്റെ ദിവസം വെളുപ്പിന് 4:30 മണിക്ക് ലാൻഡ് ചെയ്ത് ഡയറക്റ്റ് കുളിച്ച് ലൊക്കേഷനിൽ പോവുകയാണ്. ഓക്കെ, ഫസ്റ്റ് ഷോട്ട് ഞങ്ങൾ 8:15 എടുത്തിരിക്കും. 8:15 മുതൽ രാത്രി 9:30-10 മണി വരെ ഒരു സെക്കൻഡ് ബ്രീത്ത് ചെയ്യാനുള്ള ടൈം പോലും എടുക്കാതെയാണ് ഷൂട്ടിംഗ് പോകുന്നത്. ഏകദേശം 10-12 സീൻസ് ഞങ്ങൾ ഒരു ദിവസം തീർക്കുന്നുണ്ട്. അങ്ങനെ 8 ദിവസം ഞങ്ങൾ വർക്ക് ചെയ്യുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഡബ്ബിംഗ് തിയേറ്ററിൽ പോകാനുള്ളൊരു സമയം കിട്ടാറില്ല. നമുക്ക് പലപ്പോഴും ഞാൻ നമ്മുടെ അധികൃതരോട് സംസാരിച്ചിട്ട് ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കൽ. അവർക്ക് ഈ 8 ദിവസം കൊണ്ട് 1 മാസത്തേക്കുള്ള എപ്പിസോഡ്സ് തീർക്കണം എന്നെ വെച്ചിട്ടുള്ള. എന്നെ സംബന്ധിച്ചിടത്തോളാണെങ്കിൽ എനിക്ക് 8 ദിവസത്തിനപ്പുറം ഡേറ്റ് കൊടുക്കാനും വഴിയില്ല. കാര്യം ഫസ്റ്റ് പ്രിഫറൻസ് എനിക്ക് എൻ്റെ മക്കളുണ്ട്, സ്കൂളുണ്ട്, ഫാമിലിയുണ്ട്, കുറേ റെസ്പോൺസിബിലിറ്റി. സിനിമ എന്ന് പറയുന്നത് ഈ ഒരു സ്പിരിറ്റിലല്ല ചെയ്തിട്ടുള്ളത്. എല്ലാം വെക്കേഷൻ, അമ്മു പങ്കുവിൻ്റെ ഹോളിഡേ ടൈമിൽ മാത്രമാണ് ഞാൻ സിനിമ ചെയ്യുന്നത്. കാര്യം 8 ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ആക്ച്വലി പറഞ്ഞാൽ ഐ മിസ് മൈ ചിൽഡ്രൻ എ ലോട്ട്. ഒരു 2 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് എനിക്ക് എങ്ങനെയെങ്കിലും എനിക്കൊന്ന് തിരിച്ചു പോകണം. വ്യക്തമായി. എന്താ കാരണം വെച്ചാൽ സ്വാഭാവികമായിട്ട് ഇത്രത്തോളം ഉത്തരവാദിത്വം പേറുന്ന ഒരാൾക്ക്
ഈ പറഞ്ഞ ഈ മൈനോട്ടായിട്ടുള്ള ആസ്പെക്ട്സ് ഒന്നും ശ്രദ്ധിക്കാൻ പറ്റണമെന്നില്ല. ഡബ് ചെയ്യണമെങ്കിൽ വീണ്ടും ഞാൻ ഒരു 3 ദിവസം കൂടി ഇവിടെ നിൽക്കേണ്ടി വരും. ചെലവഴിക്കണം. സാധാരണഗതിയിൽ മിനി സ്ക്രീനിൽ തിളങ്ങുന്ന ആൾക്കാർക്ക് ബിഗ് സ്ക്രീനിൽ സ്ഥാനം കിട്ടാറില്ല എന്തോ ഒരു ധാരണ അല്ലെങ്കിൽ ധാരണ പെശക് നമ്മുടെ സമൂഹത്തിലുണ്ട്. സീരിയലായിപ്പോയി കഴിഞ്ഞാൽ സീരിയലിൽ അടിഞ്ഞു, സിനിമയിലേക്കില്ല. അപ്പം സീരിയലിൽ അഭിനയിക്കുന്നു എന്ന് അറിഞ്ഞാൽ തന്നെ സിനിമയിൽ കിട്ടാൻ ഉള്ള അയോഗ്യതയാണെന്ന് പറയുന്ന സീരിയൽ താരങ്ങളുണ്ട്. ഞാൻ തന്നെ ഒരുപാട് പേരോട് നിരന്തരം സംവദിക്കുന്നതാണ്. അവരെല്ലാം പറയുന്നത് വെച്ചാൽ സീരിയലിൽ അഭിനയിച്ച് പോയാൽ നമ്മൾക്ക് പണി കിട്ടും. പക്ഷെ ഈ ഒരു വ്യവസ്ഥാപിത നിയമത്തെ ആശാ ശരത്ത് പൊളിച്ചെഴുതി. ആശയ്ക്കതൊരു പ്രതിബന്ധമായിരുന്നില്ല. അല്ല, എനിക്കെന്തോ ദൈവാനുഗ്രഹം കൊണ്ട് അങ്ങനൊരു അനുഭവമില്ല. കുങ്കുമപ്പൂ വന്ന് ഏകദേശം ഒരു 6 മാസങ്ങൾക്ക് ശേഷം മുതൽ എനിക്ക് നല്ല ഡയറക്ടേഴ്സ്, നല്ല സിനിമകൾക്ക് ഓപ്പർച്യൂണിറ്റീസ് വന്നുകൊണ്ടിരുന്നു. ഒരുപാട് നല്ല സംവിധായകർ നല്ല സിനിമയ്ക്ക് വേണ്ടി വിളിച്ചുകൊണ്ടിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ടൈം എനിക്ക് കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. പക്ഷേ അതുപോലെ വെക്കേഷൻ ഒരു വർഷത്തിൽ 3-4 പ്രാവശ്യമുള്ളവർക്ക് ആ സമയത്താണ് സിനിമകൾ എടുക്കുന്നത്. അപ്പോൾ സീരിയൽ അഭിനയിച്ചതുകൊണ്ട് സിനിമയിൽ ഓപ്പർച്യൂണിറ്റി ഇല്ല എന്ന് എൻ്റെ ജീവിതാനുഭവത്തിൽ ഇല്ല. അതാണ് ഞാൻ പറയുന്നത്. ആശയാണത് ഒരുപക്ഷെ വളരെ സമർത്ഥമായിട്ട് ആശ തന്നെ അറിയാതെ അത് പൊളിച്ചെഴുതി കഴിച്ചു. ഇപ്പം വലിയ പടങ്ങളിൽ, അതായത് ഇപ്പം മോഹൻലാലിനോടൊപ്പം കർമ്മയോധയിൽ അഭിനയിച്ചു, ഫ്രൈഡേ, പിന്നിപ്പം ബഡ്ഡി, അങ്ങനെ ഒരുപാട് സിനിമകളിൽ ഇപ്പോൾ ആശ അഭിനയിച്ചു. ഇനി സിനിമയിലേക്ക് വരുന്നുണ്ട്, ഇനി സിനിമകളുണ്ട്. എത്ര പ്രോജക്ട്സ് ഉണ്ട് വെയിറ്റ് ചെയ്യുന്നത്? 2 പ്രോജക്ട്സ് ആണ് ഇനി ചെയ്യാനുള്ളത്. യെസ്, 2 പ്രധാനപ്പെട്ട പ്രോജക്ട്സ് ആണ്. 2 നല്ല പ്രോജക്ട്സ് ആണ്. എല്ലാം പരിശോധിച്ച് നോക്കിയിട്ടാണോ ചെയ്യുന്നത്? കഥ കേൾക്കാറുണ്ട്, കഥാപാത്രത്തിനെ കുറിച്ച് നോക്കാറുണ്ട്, അത്യാവശ്യം സ്ക്രിപ്റ്റ് വായിക്കാറുണ്ട്. ഒരുപക്ഷെ ആശയുടെ ഒരു സിനിമയുടെ ശില്പിയായ ഒരാൾക്ക് സംസാരിക്കാൻ. ഞാൻ ആശയുടെ TV സീരിയലുകളുള്ള ആളാണ്. അതിനുശേഷമാണ് ഞാൻ എൻ്റെ പടത്തിനകത്ത് ഇതുപോലെ മോഹൻലാലിൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കാൻ ഞാൻ ക്ഷണിക്കുന്നു. ആശ എൻ്റെ അടുത്ത് വന്ന് അഭിനയിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ കാണുന്ന ആശ എന്ന് പറയുന്നത് വളരെ സാരിയെല്ലാം ചുറ്റി സൽവാറും കമ്മീസുമെല്ലാം എടുത്തിട്ടുള്ള ഒരു വളരെ ഡിഗ്നിഫൈഡ് ലേഡി എന്നുള്ളതാണ് ഞാൻ ആശനെ എന്നും സങ്കല്പിച്ചിട്ടുള്ളതും ഇപ്പോഴും അത് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ കേട്ടു ആശ കുറച്ച് മോഡേണായിട്ട് പോലും അഭിനയിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് എന്നുള്ളതെല്ലാം. എന്താണ് അങ്ങനൊരു തീരുമാനം എടുക്കാനുള്ള കാരണം? ഈസ് ഇറ്റ് ബിക്കോസ് യു ലൈക്ക് ഗ്ലാമർ സൈഡ് ഓർ ആസ് എൻ ആർട്ടിസ്റ്റ് യു ആർ റെഡി ടു ഡു എനി റോൾ? ഗുഡ് ക്വസ്റ്റ്യൻ. വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഒരുപക്ഷെ ആശയുടെ മനസ്സിൻ്റെ വൈരുദ്ധ്യങ്ങളാണ് ആശയുടെ കഥാപാത്രങ്ങളിൽ പ്രതിഫലിക്കുന്നതെന്ന് ആശയുടെ ഒരാൾ ഏത് കഥാപാത്രമാണ് ഞാൻ മോഡേൺ ആയിട്ട് ചെയ്തു എന്ന് അദ്ദേഹം പറഞ്ഞത്? ബഡി എന്ന് പറയുന്ന കഥാപാത്രം എനിക്കറിയില്ല, ആയിരിക്കാം, അദ്ദേഹത്തോട് ചോദിക്കാം. അതെ, ഞാൻ ചെയ്ത സിനിമയിൽ മോഡേൺ റോൾ എന്ന് പറയുന്നത് ഞാൻ വളരെ കുറച്ച് സിനിമകളെ ചെയ്തിട്ടുള്ളൂ. കഥാപാത്രം ബഡിയാണ്. അതൊരു കഥാപാത്രമാണ്, അതൊരു ഗ്ലാമർ എന്ന് പറയുന്ന ഒരു സംഭവമില്ല. ഇറ്റ്സ് എ ക്യാരക്ടർ. അവരൊരു മീനാക്ഷി എന്ന് പറയുന്ന ഒരു കഥാപാത്രം, അവരൊരു റൈറ്ററാണ്. ഓക്കെ, അവർ ഇംഗ്ലീഷ് നോവൽസ് എഴുതുന്ന ഒരു എഴുത്തുകാരിയാണ്. അവരുടെ അത് തീർച്ചയായിട്ടും ഒരു കഥാപാത്രം മാത്രമാണ്. അവരുടെ ചിന്താഗതി എന്ന് പറയുന്നത് ടോട്ടൽ ഡിഫറെൻ്റ് ആണ്. അവർ പുരുഷനെ ബഹുമാനിച്ച് പുരുഷൻ്റെ കീഴിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയാണെന്ന് പറയാൻ, അല്ലെങ്കിൽ ആ രീതിയിൽ ജീവിക്കാൻ താല്പര്യമുള്ള ഒരു സ്ത്രീ അല്ല. നമ്മുടെ വിഷ്വൽസ് ഇവിടെ വരുന്നുണ്ടല്ലേ? ഇതാണ് മീനാക്ഷി, ഇതാണ് ഗ്ലാമർ എന്ന് അദ്ദേഹം പറയുന്നത്. കുറച്ച് ഗ്ലാമർ ഒക്കെ ഉണ്ട് ആശ. ആശയ്ക്ക് പലതും തിരിച്ചറിയാൻ പറ്റില്ല. ഈ 2 സ്ത്രീകൾ, ഭൂമിക ചൗളയും ഞാനും, 2 പേർ വിവാഹത്തിൽ വിശ്വസിക്കുന്ന 2 സ്ത്രീകളല്ല. ആ 2 സ്ത്രീകൾ പക്ഷേ ഒരു കുഞ്ഞു വേണം എന്നതിൽ ഒരു കുഞ്ഞുണ്ടാവുന്നു അവർക്ക്. അതാണ് സിനിമ, അതാണ് ആ ഒരു കഥാപാത്രം. അതാണ് മറ്റേ രവി ഒരു ഗ്ലാമറസ് റോൾ എന്ന് പറയാൻ. അപ്പൊ ഇനി ആശ വിഭാവനം ചെയ്യുന്ന ഗ്ലാമറസ് റോൾ ഏതായിരിക്കും? ഇതൊന്നും ഒരു ഗ്ലാമർ റോളല്ല. ഇതിൽ ഗ്ലാമർ എന്ന് പറയുന്നത് കുറച്ചൊരു മോഡേൺ കോസ്റ്റ്യൂം. അതായത് ഞാൻ സാധാരണ എന്താ പറയാ, ജീൻസും കുർത്തയും വരെ ധരിക്കുന്ന ഈ ഷർട്ട് ഞാൻ ധരിക്കാറില്ല. അത് മീനാക്ഷിയൊക്കെ ആദ്യമായിട്ടാണ് ധരിച്ചത്. ബട്ട് സാധാരണ പെൺകുട്ടികളെല്ലാം ധരിക്കുന്ന വേഷം തന്നെയാണ് അല്ലേ ഇവിടെ ഇട്ടിരിക്കുന്ന കുട്ടികളെല്ലാം. ഇവരൊക്കെ ഗ്ലാമർ. ഒരുപക്ഷേ ഈ സിനിമയുടെ സംവിധായകന് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. ബഡി ഓ രാജനോ? ഹലോ ചേച്ചി. ചേച്ചി, ബഡിയുടെ കഥ ഞാൻ ചേച്ചിയുടെ ആദ്യം പറയുമ്പോൾ 2 ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞു. ഒരു റൈറ്റർ ക്യാരക്ടറും
വളരെ ബോൾഡായിട്ട് ആണുങ്ങളെ പോലെയൊക്കെ സംസാരിച്ച് ബിഹേവ് ചെയ്യുന്ന ഒരു ഭയങ്കര ബോൾഡ് ക്യാരക്ടർ മീനാക്ഷി എന്ന് പറയുന്ന റൈറ്ററും, അതേപോലെ എന്താണോ ചേച്ചി ആ റിയൽ ക്യാരക്ടറായ പത്മ എന്ന് പറയുന്ന ക്യാരക്ടറും. അപ്പോൾ ചേച്ചി എൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യം, ഞാനല്ലേ പത്മ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു ചേച്ചി അല്ല പത്മ ചെയ്യുന്നത്, ചേച്ചി ചെയ്യുന്നത് ചേച്ചിയുമായി യാതൊരു ബന്ധമില്ലാത്ത ഈ ക്യാരക്ടറാണ്. ചേച്ചിക്ക് ആക്ച്വലി പത്മ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യാനായിരുന്നോ ഇഷ്ടം? പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, പത്മ എന്ന ക്യാരക്ടർ ചെയ്യാൻ ചേച്ചി ഒന്നും ചെയ്യേണ്ടതില്ലായിരുന്നു. മീനാക്ഷി എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യാൻ ചേച്ചി ഒരുപാട് സ്ട്രെയിൻ എടുത്തു, 12 കിലോ കുറച്ചു. ഞാൻ ഒരുപാട് എന്താ പറയുക, സ്വഭാവത്തിൽ പോലും മാറ്റം ഉണ്ടായി. ആക്ച്വലി ഇതിൻ്റെ പിന്നിൽ ഞാനല്ല, ശരത്തേട്ടനാണ്. യെസ് ആശ, നല്ല ക്വസ്റ്റ്യനാണ്. ബഡിയുടെ കഥ രാജനോട് പറയുമ്പം ഞാനൊരു ഫോട്ടോഷൂട്ടിന്, ഒരു ഭരതനാട്യം കോസ്റ്റ്യൂം ഇട്ടിട്ട് ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടി സ്റ്റുഡിയോയിൽ ഫോട്ടോ കഴിഞ്ഞിട്ട് ഇരിക്കുമ്പോൾ എന്നോട് ഒരു അരമണിക്കൂർ എനിക്ക് കഥ പറയണം ആശിച്ചോട്. ഞാൻ പറഞ്ഞു ഓക്കെ. അന്ന് രാത്രി ഞാൻ തിരിച്ചു പോകുമായിരുന്നു. രാജ് കഥ പറഞ്ഞു തുടങ്ങുമ്പം വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് രാജ് കഥ നറേറ്റ് ചെയ്തത്. കേട്ട് തുടങ്ങി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ കഥയിൽ ഒന്ന് നർത്തകിയും ഒന്ന് എഴുത്തുകാരിയുമാണ്, ഒന്നൊരാണും ഒന്നൊരു പെണ്ണും എന്ന് പറയും. ഒരാണിൻ്റെ സ്വഭാവമുള്ള സ്ത്രീയാണ്. കഥ ഫുൾ കേട്ട് അവസാനമാവുമ്പോഴും എൻ്റെ ധാരണ ഞാൻ പത്മയാണെന്നാണ്. കാര്യം അവരുടെ ഒരു ബോഡി ലാംഗ്വേജും ആ ഒരു രീതിയും. കഴിഞ്ഞപ്പോൾ എന്നോട് രാജു ചോദിച്ചു എങ്ങനെയുണ്ട് കഥ? ഞാൻ പറഞ്ഞു എനിക്കിഷ്ടമായി, വലിയ ഇഷ്ടമായി. ഞാൻ പറഞ്ഞു എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. ഉള്ളിലൊരു ഡാൻസർ ഉള്ളത് കൊണ്ട് ഡാൻസ് ആകുമ്പോൾ ഇറ്റ് വിൽ ബി ഗുഡ്. നർത്തകിയാണ്, നല്ലതല്ലേ, എളുപ്പമുണ്ട്. എനിക്ക് ഒരു സംഭവം. രാജുവിനും ഇല്ല, ചേച്ചിയെ ഞാൻ ഉദ്ദേശിക്കുന്നത് മീനാക്ഷിയാണ്. അപ്പം ഞാൻ പറഞ്ഞു ഞാനില്ല രാജ്, കാര്യം എനിക്ക് അതിനുള്ളൊരു ഇതില്ല. അപ്പോൾ രാജ് എന്നോട് പറഞ്ഞു ബട്ട് യു ക്യാൻ ഡു ഇറ്റ്, ചേച്ചിക്ക് ചെയ്യാൻ, ചേച്ചിയിലെന്ന് പറയുന്ന അഭിനേത്രിക്ക് ചെയ്യാൻ കഴിയും എന്നൊരു കോൺഫിഡൻസ് രാജ് എനിക്ക് തന്നു. ഞാൻ പറഞ്ഞു ലെറ്റ് മീ ഡിസ്കസ് വിത്ത് ശരത്തേട്ടൻ. ഞാൻ പോയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഞാൻ പറയാം രാജിൻ്റെ അടുത്ത്. വീട്ടിൽ പോയി ഞാൻ ഈ കഥ പറഞ്ഞു. 3 പേരും ഉണ്ടായിരുന്നു, ശരത്തേട്ടനും അമ്മും പങ്കും ഉണ്ടായിരുന്നു. എവ്രിബഡി ടോൾ യു ഹാവ് ടു ഡു മീനാക്ഷി. 3 പേരും ഒറ്റ സ്വരത്തിൽ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞത് വീണ്ടും സാധൂകരിച്ചു. എന്താ കാരണം വെച്ചാൽ ആശയ്ക്ക് ആശ ആരാണെന്ന് അറിയില്ല. അങ്ങനെയില്ല, ഒരു പക്ഷേ ഒരാൾ ഇതിനെക്കുറിച്ച് സമർത്ഥിക്കാൻ വേണ്ടിയുണ്ട്. നോക്കാം. ആശ, നമ്മൾ ബഡ്ഡി എന്ന സിനിമയോട് ബന്ധപ്പെട്ടാണ് നമ്മൾ അറിയുന്നത്, അടുക്കുന്നത്. യു ബിക്കം എ വെരി ഗുഡ് ഫ്രണ്ട് ഓഫ് മൈൻ. ആശയോടൊരു ചോദ്യം എന്നൊക്കെ പറഞ്ഞാൽ എനിക്കത് വളരെ പ്രശസ്തമായൊരു സിനിമാ ഡയലോഗാണ് എനിക്ക് ആശയോട് ചോദിക്കാനുള്ളത്. ഇത്രയും കാലം എവിടെയായിരുന്നു? ഇത്രയും കാലം ആശ എവിടെയായിരുന്നു? ഞാൻ എൻ്റെ ഭർത്താവിൻ്റെയും പിള്ളേരുടെയും കൂടെ അവരെയൊക്കെ നോക്കി സുസ്ഥമായിരിക്കുകയായിരുന്നു. ഒരുപക്ഷെ അനൂപിനെ പോലുള്ള നല്ലൊരു കലാകാരൻ ഇങ്ങനെ പറയുമ്പോൾ കുറച്ചും കൂടി നേരം ആശ ഇപ്പോഴും യൗവനത്തിലാണ്, സുന്ദരിയാണ് എന്ന് സന്തോഷമുണ്ടോ? തീർച്ചയായിട്ടും. ഒരുപാട് ഇനി മൈലുകൾ പോകാൻ പറ്റും. പക്ഷെ എങ്കിൽ പോലും ഒരുപക്ഷെ നേരത്തെ തുടങ്ങിയിരുന്നെങ്കിൽ സിനിമയിൽ ഒരു മുടിചൂടാ മന്നയായി നിൽക്കാമായിരുന്നു. ഇനിയും ആയിക്കൂടെ? ഇനി ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല, ഇല്ല അല്ലേ? അങ്ങനെ ഒരു നഷ്ടബോധവുമില്ല. അതായത് ഇനിയും വഴികൾ ഇനിയും ചെയ്യാമല്ലോ. അതല്ലേ ഞാൻ പറഞ്ഞേ, പിള്ള സാറിനെ പോലെ 90 കഴിഞ്ഞാലും ഞാനും അച്ഛനും കൂടെ അഭിനയിക്കുന്നു. ഞാൻ പറയും അച്ഛൻ്റെ അടുത്ത് 95 വരെ ആശ പറഞ്ഞു. 95 അഹങ്കാരത്തിന് ഊറ്റി കുറവില്ല. 95 വയസ്സ് വരെ അഭിനയിക്കും. കുറച്ച് അഹങ്കാരമൊക്കെ ഉണ്ടോ? അഹങ്കാരം ഇല്ല. ഇല്ല തോന്നുന്നുണ്ടോ? അഹങ്കാരം ഇല്ല. അല്ല, ആശയുടെ പിന്നെ ഈ ഫേഷ്യൽ ഫീച്ചേഴ്സിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, ആശയുടെ പുരുകം കുറച്ച് ഉയർന്ന. ഈ പുരുകം ഇപ്പം ചില പ്രേക്ഷകർ വിചാരിക്കും ഇയാൾക്ക് വേറൊരു പണിയില്ല. പുരുകം ഉയർന്നവരെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർ അവരറിയാതെ അവർ എന്താ പറയുക പ്രസരിപ്പിക്കുന്ന ഒരു സംഭവമുണ്ട്, ഒരു അല്പ കേമത്തി, അഹങ്കാരം. ഇപ്പോൾ അഹങ്കാരത്തിൻ്റെ കാർട്ടൂണിസ്റ്റുകൾ വരയ്ക്കുമ്പോൾ ഒരു പെൺകുട്ടി വരയ്ക്കുകയാണ്, ഒന്ന് പുരുകം ഇങ്ങനെയൊന്നും വേണ്ടി വരും. എന്തോ പടച്ചോൻ ആശയ്ക്ക് ഉയർന്ന പുരുകം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ചില്ലറ അഹങ്കാരങ്ങൾ ആശയ്ക്കുണ്ട് എന്ന് ചിലപ്പം എന്നെ പോലുള്ള ആൾക്കാരല്ല, ആശ അധികം അറിയാത്ത ആൾക്കാർ വേണമെങ്കിലും തെറ്റിദ്ധരിച്ചേക്കും. അങ്ങനെ ചിന്തിക്കേണ്ടാവുന്ന എനിക്ക് തോന്നിയിട്ടില്ല. കാര്യം ആരും എന്നോട് നിങ്ങൾ ആ രീതിയിലൊരു ആറ്റിറ്റ്യൂഡോ, ഇപ്പം എന്നെ ആര് കണ്ടാലും, ഏത് വീട്ടമ്മ കണ്ടാലും ആര് കണ്ടാലും ഓടി വന്ന് സംസാരിക്കും. ഞാൻ തിരിച്ച് വളരെ സ്നേഹമായിട്ട് സംസാരിക്കാറാണ് പതിവ്. കാര്യം അവർ സംസാരിക്കുക അയ്യോ ഇന്നലെ കണ്ട ആളോടാണ് അവർ സംസാരിക്കുന്നത്, അല്ലാതെ അങ്ങനെ ഒരു അഹങ്കാരം. ആശ പുറമേക്ക് കാണുന്ന പോലൊന്നല്ല, വളരെ മൃദുവായിട്ടൊരാളാണ്. മാത്രമല്ല
ആശയെ ശരത്തിൻ്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടാൻ കാരണം വേറൊന്നും കൊണ്ടല്ല. ശരത്തിൻ്റെ ആഗ്രഹപ്രകാരം ആശയെ പെണ്ണ് കാണാൻ പോയി. പെണ്ണ് കാണാൻ പോയപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടത് ആശയുടെ നുണക്കുഴിയാണെന്ന്. ഇതൊക്കെ ശരത്തേട്ടൻ പറഞ്ഞോ ഈശ്വര? നുണക്കുഴി പറയണമെങ്കിൽ നുണ പറയുന്ന സ്വഭാവം കൂടി ഉണ്ടായിരിക്കണം. അങ്ങനെ നിർബന്ധമൊന്നുമില്ല. പക്ഷേ ആശ ഒരു ബോൾഡ് ക്യാരക്ടറാണ്. യെസ്, എല്ലാം മാനേജ് ചെയ്യുന്ന, ഒരുപാട് വൈരുദ്ധ്യങ്ങളെ അതിജീവിക്കുന്ന, പ്ലാൻ ചെയ്യുന്ന, കോറിയോഗ്രാഫി ചെയ്യുന്ന ഒരാളാണ്. നോക്കിയോ. Hi Ash ചേച്ചി, hope you're doing well. ആശ ചേച്ചി എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് വളരെ സക്സസ്ഫുൾ ആയ ഒരു സ്ത്രീയുടെ ഒരു മുഖമാണ്. അതിന് കാരണം പലതാണ്. ഓഫ് കോഴ്സ് മലയാളികൾക്കൊക്കെ ആശ ചേച്ചിയെ പരിചയം ജയന്തി ടീച്ചറായിട്ടാണ്. പക്ഷെ ഞാൻ ആശ ചേച്ചി ഐ തിങ്ക് ആദ്യം മീറ്റ് ചെയ്യണത് ദുബായിൽ, അവിടുത്തെ ഏതോ ഒരു സ്റ്റേജിലൊരു ബാക്ക് സ്റ്റേജ് ആണ് ആസ് എ കൊറിയോഗ്രാഫർ. സോ എനിക്ക് ആശ ചേച്ചിയോട് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. ഇന്നത്തെ സ്ത്രീ, ദ വുമൺ ഓഫ് ടുഡേ, ബോൾഡ് ആണ്, ഇൻഡിപെൻഡൻ്റ് ആണ്, ബ്യൂട്ടിഫുൾ ആണ്, ഇതൊക്കെ ആശ ചേച്ചിയാണ്. പക്ഷേ ചേച്ചി ഡിഫറെൻറ്റ് ഫീൽഡ്സിൽ വളരെ നല്ല രീതിയിൽ സക്സസ് ലഭിച്ച ഒരാളാണ്. ഹൗ ഡു യു മാനേജ്? ടയർഡ് ആവാറില്ലേ? രഞ്ജിനിയുടെ ചോദ്യമാണ്. രഞ്ജിനിയുടെ ചോദ്യമാണത്. ഇതൊക്കെ കൂടി എങ്ങനെ കൈകാര്യം ചെയ്തു പോകുന്നു? ഇല്ല, എല്ലാത്തിനും നമ്മൾ നമ്മളുടേതായിട്ടുള്ള സമയം മാറ്റി വെച്ചാൽ നമുക്ക് എല്ലാത്തിനും സമയം കിട്ടും. ഒരു റുട്ടീൻ നമ്മൾക്ക് ജീവിതത്തിലുണ്ടെങ്കിൽ എല്ലാത്തിനും. ആശ രാവിലത്തെ ഫ്ലൈറ്റിൽ വരുന്നു, 3:30 മണിക്ക് 4 മണിക്ക് വരുന്നു, ഹോട്ടലിലേക്ക് പോകുന്നു, റെഡിയാകുന്നു, നേരെ ലൊക്കേഷനിലേക്ക് പോകുന്നു. ഒന്ന് കിടന്നുറങ്ങാൻ പറ്റിയിരുന്നെങ്കിൽ. അങ്ങനെ തോന്നുന്നത് എപ്പോഴാണെന്നറിയാം? പെരുമ്പാവൂർ വീട്ടിൽ ചെല്ലുമ്പോൾ. വീട്ടിൽ പോകുന്ന സമയത്താണ് വീണ്ടും പഴയ മടിച്ച് ആശാലതയാവുന്നത്. എൻ്റെ തറവാട് പഴയ മാളിക വീടാണ്. ആ ഒരു കട്ടിലും കാണുമ്പോഴാണ് ഒരു മടിച്ച് ഫീലിംഗ് വരുന്നത്. പഴയ കട്ടിൽ കണ്ട് അപ്പം കയറി കിടന്നുറങ്ങും. അപ്പോഴും ഉറങ്ങും. അല്ലാതെ എല്ലാത്തിനും നമുക്ക് സമയം കിട്ടും. ഒരു സ്ത്രീക്ക് അവരവരുടേതായ കുടുംബം വേണം, ബാക്കിയെല്ലാം വേണം, ശരിയാണ്. പക്ഷെ അവരവരുടെ കാര്യങ്ങൾക്ക് കൂടി നമുക്ക് സമയം കണ്ടെത്തണം എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് ഞാൻ. നൃത്തം ആശയുടെ ജീവിതരേഖയാണ്, ഒരുപക്ഷെ ഓക്സിജനാണ്. ആശയെ ഈ രൂപത്തിൽ, ഈ ഭാവത്തിലൊക്കെ ഇരുത്തുന്നത് ഒരുപക്ഷെ നൃത്തമായിരിക്കാം. അതിലുള്ളൊരു കോൺസെൻട്രേഷൻ കുറയുന്നുണ്ടോ? ഇല്ല. ഇല്ല ഇല്ല എനിക്ക് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ കിട്ടുന്നത് ഞാൻ പഠിപ്പിക്കുമ്പോഴും നൃത്തം ചെയ്യുമ്പോഴുമാണ്. ഈ മെഡിറ്റേഷൻ, ഒരു യോഗ സമയത്ത് സാറ് പറയും ശവാസനത്തിൽ കിടന്നിട്ട് ഓം വെച്ചിട്ട് മെഡിറ്റേഷൻ ചെയ്യാൻ. നമുക്ക് ഒരിക്കലും കോൺസെൻട്രേഷൻ ആ സമയത്ത് കിട്ടിയിട്ടില്ല ഇതുവരെ. എൻ്റെ കയ്യിലൊരു കടലാസ് ഉണ്ടായിരുന്നു, അതെവിടെ പോയി? ഹരിവരാസനം എടുത്തിട്ട് ഈ പരിപാടിയാക്കിയ ആശയ്ക്കെതിരെ ഒരു പ്രസ്താവന ശ്രദ്ധിച്ചിരുന്നോ? ഇല്ല. അതാണ് ഈ തിരക്ക് പിടിക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ വരുന്നുണ്ട്. എന്താണ്, പറയൂ. യെസ്, സമസ്ത ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളിലും അത്താഴ പൂജകൾക്ക് ശേഷം ഉറക്കുപാട്ടായി നിർബന്ധമായും കേൾപ്പിച്ച് ഭക്തജന കോടികൾ നിർവൃതിയിലാടുന്ന ഈ പരിപാവന കീർത്തനം ഈ ഒരു നിശാവേളയുടെ മധ്യഭാഗത്ത് കൊണ്ടുവന്ന് ആർക്കും മനസ്സിലാകാത്ത രീതിയിലുള്ള ചില മന്ത്രങ്ങളെല്ലാം അതിൽ കുത്തി തിരുകി കയറ്റി വികൃതമാക്കി താങ്കൾ അതിൽ ആർക്കും ലോകത്തെ മനസ്സിലാക്കി കൊടുക്കുവാൻ നന്നേ കഷ്ടപ്പെടുന്ന രീതിയിലുള്ള നൃത്ത ചുവടുകളോടുകൂടി ഒരു സ്ത്രീ അത് അവതരിപ്പിച്ചത് ഏതൊരുവിധ അയ്യപ്പ ഭക്തൻ്റെയും ഈശ്വര സങ്കല്പത്തെയും ഈശ്വര ആരാധനയെയും വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ളതായി എന്ന് എനിക്ക് തോന്നി. യോഗേഷ് നമ്പൂരി ശാസ്താവിന് വേണ്ടി ഉണർത്തുപാട്ടൊക്കെ എഴുതിയിട്ടുള്ള ആളാണ്. അത് ശരി. ഇതറിഞ്ഞില്ലേ? ഇല്ല. എന്താണ് പ്രസ്താവന തന്നെ വന്നു. ഓ, അത് ശരി. ഓക്കെ. ആശ അങ്ങനെ ചെറിയ ആളൊന്നുമല്ല. അതായത് അയ്യപ്പൻ്റെ ഉറക്കുപാട്ടെടുത്ത് ഇങ്ങനെ ഒരു നൃത്തശില്പം ഉണ്ടാക്കിയത് ഒരു അനാദരവാണ്, ഒരു ദൈവനിന്ദയാണ് എന്ന് അദ്ദേഹത്തിന് തോന്നലുണ്ടാവാം. യെസ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഗുരു അമ്മ കലാമണ്ഡലം സുമതി എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്, ഇപ്പോഴമ്മ പറയുമ്പോൾ നമ്മളൊരു കീർത്തനം നമ്മൾ ചെയ്യുന്നത്, നൃത്തം ചെയ്യുന്നതെല്ലാം ദേവീസ്തുതി, കൃഷ്ണസ്തുതികൾ അല്ലെങ്കിൽ അഷ്ടപതി, അയ്യപ്പ സ്തുതികളൊക്കെ എടുത്തിട്ടാണ് നമ്മൾ നൃത്തം കൊറിയോഗ്രാഫ് ചെയ്യുന്നത്. നമുക്ക് മനസ്സിന് ഏറ്റവും ആനന്ദം തരുന്ന വരികൾ, സംഗീതമാണ് നൃത്തരൂപത്തിൽ നമ്മുടെ ചിലങ്ക ജനങ്ങളെ ആടിക്കാണിക്കുന്നത്. ഓക്കെ, ഒരു ക്രിയേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫ്രം ദ ഹാർട്ട്.
നമ്മൾ കാണാതെ പഠിപ്പിക്കുകയല്ല. അപ്പോൾ ഈ ഹരിവരാസനം എന്ന് പറയുന്ന ഈ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ഈ ഒരു നൃത്തരൂപം ഞാൻ അവതരിപ്പിക്കാൻ കാരണം, ഞാൻ അയ്യപ്പസ്വാമിയുടെ നടയിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. ദിവസവും ഞാൻ കേൾക്കുന്നതാണ് ഹരിവരാസനം, എപ്പോഴും കേൾക്കുന്നതാണ് ഹരിവരാസനത്തിൻ്റെ ഓരോ അയ്യപ്പസ്വാമിയുടെ നടയിലാണ് എൻ്റെ വീട്, എന്നും കേൾക്കുന്നതാണ്. സോ ഏത് അമ്പലത്തിൽ പോയാലും ഞാൻ ആദ്യം വിളിക്കുക അയ്യപ്പ എന്നാണ്. സോ അതാണ് എൻ്റെ ഒരു ശീലം. പിന്നെ നൃത്തം എന്ന് പറയുന്നത്, ഇപ്പം അമ്മ പറഞ്ഞ ഞാൻ മുഴുമിപ്പിച്ചില്ല, ഒരു 1000 പേരിരുന്ന് കൂട്ടപ്രാർത്ഥന നടത്തുന്ന ഫലമാണ് ഒരു നർത്തകി ശിരസ് മുതൽ പാദം വരെ ദൈവത്തിൽ സമർപ്പിച്ച് ചെയ്യുന്ന നൃത്തത്തിന്. യോഗേഷ് തമ്പൂരി, മതിയായിട്ടുള്ളൊരു മറുപടി താങ്കൾ കിട്ടിക്കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ ആശ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആശ പഴയ ആശയല്ല. ആശയുടെ ഓരോ ചേഷ്ടകളും ചെയ്തികളും പ്രവൃത്തികളും നൃത്തങ്ങളും അഭിനയത്തിൻ്റെ ശീലുകളും ഒരുപക്ഷെ വിവാദം പോലും തൊടുത്തുവിടാൻ കഴിയുന്ന ശേഷിയുള്ള സംഭവങ്ങളായി മാറിക്കഴിഞ്ഞു. ആശയുടെ വലിപ്പം ഇങ്ങനെ വർദ്ധിച്ചു വരിക. അയ്യപ്പ സ്വാമിയേ ശരണം. സ്വാമിയേ ശരണം അയ്യപ്പ. വലിയ അയ്യപ്പ ഭക്തയാണ്. അതെ. പക്ഷെ ഇവിടെ പോലും ഒരു ചോദ്യം ആശ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ചോദിക്കാൻ അദ്ദേഹം വെമ്പി നിൽക്കുകയാണ്. ഇവിടെയും ആശയുടെ പ്രിഫറൻസ് ഏതാണെന്ന് അദ്ദേഹത്തിന് അറിയണം. ആശ സീരിയലുകളിലും സിനിമയിലും എല്ലാം പങ്കെടുക്കുന്നുണ്ട്, കൂടാതെ നൃത്ത പരിപാടികളിലും പങ്കെടുക്കുന്നുണ്ട്. ഇതിൽ ഏതിൽ പങ്കെടുക്കുമ്പോഴാണോ കൂടുതൽ സന്തോഷവും സംതൃപ്തിയും അനുഭവപ്പെടുന്നത് എന്ന് ഒന്ന് വിശദീകരിക്കാമോ? ആശയുടെ വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്, എൻ്റെ ഹെഡ് മാസ്റ്ററാണ് ഗംഗാധരൻ സർ. ഏറ്റവും കൂടുതൽ സംതൃപ്തി തരുന്നത് നൃത്തം ചെയ്യുമ്പോഴാണ്. ആ ഒരു 2 മണിക്കൂർ ആണ് എൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള പ്രോഗ്രാം ഞാൻ ചെയ്യുന്നത്. ഒരുപാട് അമ്പലങ്ങളിൽ ഈ പ്രാവശ്യം ചെയ്യാൻ സാധിച്ചു. ആറ്റുകാൽ മുതൽ ഗുരുവായൂർ മുതൽ ഒക്കെ നല്ല നല്ല അമ്പലങ്ങളിലൊക്കെ ചെയ്യാൻ സാധിച്ചു. നൃത്തം ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സംതൃപ്തി ഉണ്ടാവുന്നത്. അത് ഞാനിങ്ങനെ കളിക്കുമ്പം അമ്മയാണ് എനിക്ക് നെട്ടുവാങ്ങം ചെയ്യുക. ഈ സൈഡിൽ അമ്മയുണ്ടാവും. കേരളത്തിൽ ഞാൻ എവിടെ ചെയ്താലും അച്ഛൻ അത്ര യാത്ര ചെയ്യാൻ കഴിയില്ലെങ്കിലും 74 വയസ്സായ അച്ഛനുണ്ടാവും അത് കാണാൻ. അവരുടെ കണ്ണിൽ കാണുന്ന ആനന്ദം ഞാനെന്ന് പറയുന്ന മകൾക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സന്തോഷമാണ്. ഇന്നും നൃത്തം ചെയ്യുമ്പോഴാണ് അവരുടെ കണ്ണ് നിറയുന്നത് കാണുന്നത്. എനിക്കും ഏറ്റവും ഇഷ്ടം നൃത്തമാണ്. ആശ ചെയ്ത നൃത്തങ്ങൾ ആശ കാണുമ്പോൾ എങ്ങനെയാണ്? വളരെ മോശം എന്ന് തോന്നാറുണ്ട്. ആശയുടെ രൂപം ഭാവത്തിനൊരു പ്രത്യേകതയുണ്ട്. ഒരാൾ പറഞ്ഞിട്ടുണ്ട്, അതായത് ഈ ന്യൂ ജനറേഷൻ സിനിമകൾക്ക് പറ്റിയ ഒരു അമ്മയാണ് ആശ. വേണമെങ്കിൽ ഒരു നായികയാകാം, പവർഫുൾ കഥാപാത്രമാകാം, ഒരമ്മയാകാം. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക ഫ്രെയിമിലേക്ക് ഫിറ്റ് ചെയ്യുന്നൊരു സാധനമാണ്, ഒരു ഒബ്ജക്റ്റാണ് ആശാശരത്. ഒരു വലിയ സാധ്യതയാണ് ഒരു പക്ഷേ ആശയ്ക്ക് മുമ്പിൽ തുറന്നിട്ടിരിക്കുന്നത്. തിരിച്ചറിയുന്നുണ്ടോ? ഞാൻ ഈ ചിന്തിച്ചതുപോലെ ആശ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ചിന്തിക്കുമോ? തൽക്കാലം അങ്ങനെ ഉദ്ദേശമില്ല. കാര്യം എനിക്ക് ഈ പറഞ്ഞ പോലെ എനിക്ക് ഇമ്മീഡിയറ്റ്ലി പ്രൊജക്ട്സ് ചെയ്യാൻ സാധിക്കില്ല. കാര്യം വീട് വിട്ട് ഒരുപാട് ദിവസം നിൽക്കാൻ പറ്റില്ല. ഇപ്പോൾ സിനിമ ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരു സിനിമയ്ക്ക് നമ്മളുടെ ഒരു 15 ദിവസം 20 ദിവസം വേണമെങ്കിൽ ഞാൻ 2 ഷെഡ്യൂളായിട്ടാണ്. ആദ്യത്തെ ഒരു ദിവസം ഒരാഴ്ച വർക്ക് ചെയ്തിട്ട് ഐ ഗോ ബാക്ക്, ഇത് കഴിഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരുമിച്ച് ചെയ്യാൻ പ്രാക്ടിക്കലല്ല എനിക്ക്. ആശ, വളരെയധികം സന്തോഷം ഇത്രയും കാര്യങ്ങൾ സത്യസന്ധതയോടുകൂടി എന്ന് വിചാരിക്കുന്ന രീതിയിൽ പങ്കുവച്ചതിന്. എന്തായാലും പ്രേക്ഷകർക്ക് പ്രൊഫസർ ജയന്തിയെ, ആശ എന്ന കലാകാരിയെ, നർത്തകിയെ, അമ്മയെ, ഭാര്യയെ, മകളെ ഈ സംഭാഷണങ്ങളിൽ നിന്ന് വ്യക്തമായും സ്പഷ്ടമായും മനസ്സിലായി എന്നുള്ളൊരു തിരിച്ചറിവിൽ, ഒരു ആഗ്രഹത്തിൽ, പ്രതീക്ഷയിൽ ഈ സംഭാഷണം ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം.